ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി ധ്യാനിക്കാം. ഇന്നത്തെ ആദ്യ വായനയിൽ ഇസ്രായേൽ ജനം ദൈവത്തിനും മോസസിനുമെതിരായി പിറുപിറുത്തു. അവർ മരുഭൂമിയിലെ കഷ്ടതകൾക്കിടയിൽ സ്വർഗം അവർക്ക് നൽകിയ അപ്പത്തെ അവർ കുറ്റപ്പെടുത്തി. അവർ പറഞ്ഞു, ഇവിടെ അപ്പമോ വെള്ളമോ ഇല്ല, വിലകെട്ട ഈ അപ്പം തിന്ന് ഞങ്ങൾ മടുത്തു. അപ്പോൾ കർത്താവ് ജനത്തിൻ്റെ ഇടയിലേക്ക് അഗ്നേയ സർപ്പങ്ങളെ അയച്ചു. അവരുടെ ദംശനമേറ്റ് അനേക പേർ മരിച്ചു. മോസസ് അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മാപ്പിരുന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവം പിത്തള സർപ്പത്തെ ഉണ്ടാക്കി അവരെ കാണിക്കുവാൻ ആവശ്യപ്പെട്ടു. അതിൽ നോക്കിയവരെല്ലാവരും രക്ഷ പ്രാപിച്ചു. ഇതൊരു അടയാളമായിരുന്നു. ക്രിസ്തു ഭൂമിക്ക് നൽകാൻ പോകുന്ന കാൽവരി മലയുടെ വിരിമാറിലെ രക്ഷയുടെ അടയാളം. സർപ്പദർശനമേറ്റവരെല്ലാവരും പിത്തള സർപ്പത്തിൻ്റെ രൂപത്തെ നോക്കിയപ്പോൾ രക്ഷ പ്രാപിച്ചു എന്നത് ക്രിസ്തുവിൽ നോക്കി സകലരും രക്ഷ പ്രാപിക്കണമെന്നതിൻ്റെ അടയാളമായി മാറി. പാപത്തിൻ്റെ ദംശനമേറ്റവരാണ് നമ്മളെല്ലാവരും. നമ്മെ മോചിപ്പിക്കുവാൻ ഈ ഭൂമിയിൽ മറ്റാർക്കും സാധ്യമാവുകയില്ല, ക്രിസ്തുവിനല്ലാതെ. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു അസന്നിഗ്ധമായി പഠിപ്പിക്കുവാൻ പരിശ്രമിക്കുന്നത് ഇതുതന്നെയാണ്. നാം പാപത്തിൽ നശിച്ചു പോകേണ്ടവരല്ല, മരണപ്പെട്ട് നാശമടയേണ്ടവരുമല്ല. നാം ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് രക്ഷ സ്വന്തമാക്കി ജീവിക്കേണ്ടവരാണെന്നും ആ സമൃദ്ധമായ ജീവിതത്തിൻ്റെ പൂർണ്ണത സ്വർഗത്തിലാണ് എന്നും യേശു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പരിസയർക്കും നിയമജ്ഞർക്കും യേശുവിൻ്റെ പഠനം ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. പിതാവ് പഠിപ്പിച്ചതാണ് ക്രിസ്തു പഠിപ്പിക്കുന്നതെന്നും പിതാവിൻ്റെ പ്രവൃത്തികളാണ് ക്രിസ്തു ഈ ഭൂമിയിൽ ചെയ്യുന്നതെന്നും പിതാവിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി പുത്രൻ യാതൊന്നും പ്രവർത്തിക്കുന്നില്ലെന്നും യേശു അവരോട് പറയുമ്പോൾ അവർ നിസ്സംഗതയോടുകൂടിയാണ് യേശുവിനെ നോക്കി നിൽക്കുന്നത്. കാരണം എന്തെന്നോ, അവർക്ക് ക്രിസ്തുവിലുള്ള വിശ്വാസം യഥാർത്ഥത്തിലുണ്ടായിരുന്നില്ല. ക്രിസ്തുവിനെ ദൈവത്തിൻ്റെ പ്രിയപുത്രനായി അംഗീകരിക്കുകയോ അവൻ്റെ വാക്ക് ശ്രവിക്കുകയോ അവർ ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ നൽകിയ പ്രബോധനങ്ങളെ അവർ നിസ്സാരമായി കരുതി. രക്ഷയുടെ കൃപ അവരുടെ കണ്ണെത്തും ദൂരത്തുണ്ടായിരുന്നിട്ടും അവർ അത് സ്വന്തമാക്കുന്നതിന് പകരം ഹൃദയകാഠിന്യതയിൽ ജീവിച്ചുകൊണ്ട് അവർ രക്ഷയെ നിഷേധിച്ചു കളഞ്ഞു. ക്രിസ്തു നമുക്കായി നൽകപ്പെടുന്ന കൃപയുടെ വാതിലാണ്. നാം സ്നേഹപൂർവ്വം അതിൽ പ്രവേശിക്കുവാനും രക്ഷ സ്വന്തമാക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ അത് നമ്മുടെ മാത്രം കുറ്റമായി മാറും. ക്രിസ്തുവിനെ രക്ഷകനാഥനുമായി ഏറ്റുപറഞ്ഞുകൊണ്ട് ജീവന്റെ സമൃദ്ധിയിലേക്ക് പ്രവേശിക്കുവാൻ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ സംശയവും അസ്വസ്ഥതയും മാറ്റിവെച്ച് ക്രിസ്തുവിൽ നിഷ്കളങ്കമായി വിശ്വസിക്കുവാൻ വേണ്ട കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.